നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിന്ന് ബഹ്റൈനിൽ സന്ദർശനത്തിന് പോയ മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് കാപ്പാടി സ്വദേശി ബഷീറിന്റെ മകൻ 20-കാരനായ ഫായിസാണ് ബഹ്റൈനിലെ താമസ സ്ഥലത്ത് മരിച്ചത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിന് പിതാവിനൊപ്പം ബഹ്റൈനിലെത്തിയതായിരുന്നു ഫായിസ്. മനാമയിലെ താമസ സ്ഥലത്ത് പുലർച്ചെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഫായിസിനെ സൽമാനിയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൽമാനിയ ആശുപത്രിയിലെ മോർച്ചറിലുള്ള മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ്. പ്രായമുള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഹൃദയാഘാതമെന്ന ധാരണ തിരുത്തിക്കൊണ്ട് യുവാക്കളിൽ ഹൃദയാഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിടത്തിലും വീടുകളിലും വിനോദയാത്രകൾക്കിടയിലും അപ്രതീക്ഷിത മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ്. 2021 പഠനങ്ങൾ പ്രകാരം ജനങ്ങളിൽ ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ തോത് കുറഞ്ഞുവെങ്കിലും യുവാക്കളുടെ കാര്യത്തിൽ അത് ബാധകമാകുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഹൃദയാഘാതം വരാൻ സാധ്യത കുറവുള്ള വിഭാഗമായി ഡോക്ടർ ഇവരെ ഇതുവരെ കരുതിപ്പോന്നിരുന്നത് യുവാക്കളെയാണ്. ഈ ഇളവ് കൊണ്ട് തന്നെ ഹൃദയരോഗത്തെക്കുറിച്ചുള്ള മതിയായ അവബോധം യുവാക്കളിൽ കുറയുന്നു. യുവാക്കളിൽ ഹൃദയാഘാതം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രമേഹമുള്ളവരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത പ്രമേഹമില്ലാത്തവരെക്കാൾ വളരെയധികം കൂടുതലാണ്. പ്രമേഹത്തോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ്. അമിതവണ്ണവും പ്രമേഹവും ഒരുപോലെയുള്ള യുവാക്കളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കൂടിയുണ്ടെങ്കിൽ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും മുന്നുള്ള സാധ്യത ഒരുപോലെ തന്നെയാണ്. ശരീരത്തിന്റെ പരിധിയിൽ കവിഞ്ഞ ഭാരവും ഹൃദയാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അമിതഭാരവും അമിതവണ്ണവും ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുന്നു. പുകവലിശീലം ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 15 വയസ്സിന് പുകവലിശീലം തുടങ്ങുന്നവരിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ നടത്തിയ പഠനത്തിൽ ഹൃദ്രോഗം മൂലമോ പക്ഷാഘാതം മൂലമോ സംഭവിക്കുന്ന അകാല മരണനിരക്ക് വളരെ കൂടുതലാണ്. എങ്കിലും 40 വയസ്സിന് മുമ്പേ ഒരു വ്യക്തി പുകവലിശീലം ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഹൃദയാഘാതം 90% തടയാൻ കഴിയുമെന്ന് ഗവേഷകർ പറയുന്നു. ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം യുവാക്കളിൽ വളരെയധികം വർദ്ധിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ലഹരി വസ്തുക്കളുടെ തുടർച്ചയായ ഉപയോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മരണത്തിലേക്കും നയിക്കുന്നു. പാരമ്പര്യമായി ലഭിച്ച ഹൃദയരോഗങ്ങൾ മൂലവും യുവാക്കളിൽ ഹൃദയാഘാതം സംഭവിക്കാം. പാരമ്പര്യമായി കിട്ടുന്ന കൊറോണറി ഹാർട്ട് ഡിസീസ് പോലുള്ള ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സകൾ ഇവയ്ക്ക് തുടരേണ്ടതുമാണ്. ഹൃദ്രോഗം പോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും വളരെ സാവധാനത്തിൽ ഗുരുതരമായി തീരുകയാണ് ചെയ്യുന്നത്. ഹൃദയധമനികളിൽ കൊഴുപ്പ് സാവകാശം അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ 10, 20 ചിലപ്പോൾ അതിലധികമോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. ചിലപ്പോൾ 20 അല്ലെങ്കിൽ 25 വയസ്സിലായിരിക്കും രോഗാവസ്ഥയുടെ ആദ്യപടികൾ ശരീരത്തിൽ കണ്ടു തുടങ്ങുന്നത്. പക്ഷേ ഈ സമയത്ത് ഇത് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും സാധാരണമായി കാണിക്കാറില്ല. പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഹൃദ്രോഗ സാധ്യതകൾ തിരിച്ചറിയാൻ പോലും യഥാർത്ഥത്തിൽ കഴിയില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഈ ലക്ഷണങ്ങളെയും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട്. വളരെ ക്ലാസിക്കലായ ഹൃദ്രോഗ ലക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഹൃദ്രോഗ സൂചനയെ പലപ്പോഴും നാം തിരിച്ചറിയുന്നത്. നടക്കുമ്പോൾ ശക്തമായി കിതപ്പ്, ജോലി ചെയ്യുമ്പോഴോ ഭാരം എടുക്കുമ്പോഴോ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന എന്നിവ സാധാരണയായി ഹൃദ്രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായി കരുതപ്പെടുന്നു. എന്നാൽ ഇതിനു മുൻപേ ഹൃദ്രോഗ സാധ്യത സംശയിക്കേണ്ട ചില സൂചനകൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അമിതമായ ക്ഷീണം, ജോലി ചെയ്യുമ്പോഴോ ഭാരം എടുക്കുമ്പോഴോ ഇടത് കൈയിലുണ്ടാകുന്ന കടച്ചിൽ, അമിതമായ വിയർപ്പ്, കഴുത്ത് പിടിച്ചു മുറുക്കുന്നത് പോലുള്ള വേദന, അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ടടയ്ക്കൽ അല്ലെങ്കിൽ ബോധക്കേട് എന്നിവ ഹൃദ്രോഗത്തിന്റെ വിദൂര സൂചനകളായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചിൽ പതിവായി അസ്വസ്ഥത ഉണ്ടാവുകയും വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും വൈദ്യോപദേശം തേടേണ്ടതാണ്. നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങളെയോ ഗ്യാസിന്റെയോ ബുദ്ധിമുട്ടായി ഇവയെ അവഗണിക്കരുത്.